ഒരു ട്രാവൽ ബാൻ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? ഈ ട്രാവൽ ബാൻ ആർക്കൊക്കെ വരാം? ഓവർ സ്റ്റേ അല്ലെങ്കിൽ ഒരു സിവിൽ ക്രിമിനൽ കോർട്ട് കേസ് നിങ്ങളുടെ പേരിലുണ്ടോ? ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു ലോൺ പേയ്മെന്റ് സമയത്തിന് അടച്ചിട്ടില്ലേ? ഇമിഗ്രേഷന്റെ ലോ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ സാധ്യതകളുടെ താഴെയാണ് നിങ്ങൾക്കൊരു ബ്ലോക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ബാനോ വരാൻ സാധ്യത. അങ്ങനത്തെ സമയം നിങ്ങളുടെ പേരിൽ ഒരു ട്രാവൽ ബാൻ ഉണ്ടോയെന്നറിയാൻ ദുബായ് ആണെങ്കിൽ ദുബായിയുടെ പോലീസ് ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് dubai.police.gov.ae എന്നീ വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻസ് ഓഫ് ദുബായ്. ഈ 3 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേരിൽ ഒരു ട്രാവൽ ബാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ആപ്പ് ആണെങ്കിൽ ആപ്പിനകത്ത് പോകുക, അതിൽ സർവീസസിന്റെ താഴെ ക്രിമിനൽ സ്റ്റേറ്റസ് ഓൺ ഫിനാൻഷ്യൽ കേസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി കൊടുത്ത് ട്രാവൽ ബാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള റിക്വസ്റ്റ് സമീപിക്കുക. അതിനുശേഷം നിങ്ങൾക്കത് കിട്ടും. അതുപോലെ തന്നെ വെബ്സൈറ്റിലും നിങ്ങൾക്കത് മനസ്സിലാക്കാം. പിന്നെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് നേരിട്ട് ചെന്നും നിങ്ങൾക്കിത് അറിയാം. പക്ഷേ ദുബായ് അല്ലാതെ ബാക്കിയുള്ള എമിറേറ്റ്സ് ആണെങ്കിൽ അബുദാബി, റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ, ഉമ്മൽ ഖ്വൈൻ, ഫുജേറ ആണെങ്കിൽ അവരുടെ ഗവൺമെന്റ് ഒഫീഷ്യൽ പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിനകത്ത് ചെന്ന് വേണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. നിങ്ങളുടെ പേരിൽ ഒരു ട്രാവൽ ബാൻ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യണം, ടെമ്പററി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെയോ ഒരു ലോയറിനെയോ സമീപിച്ച് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുക കോർട്ടിലോട്ട്. എന്നിട്ട് കോർട്ടിൽ നിന്നും നിങ്ങൾക്ക് ഒരു NOC കിട്ടും. ആ NOC വഴി നിങ്ങൾക്ക് താൽക്കാലികമായി ട്രാവൽ ചെയ്യാം. മുഴുവനായി ചെയ്യാൻ നിങ്ങൾക്ക് മുഴുവൻ കേസ് നടത്തി തീർത്തിരിക്കണം. ഇതുപോലത്തെ യൂസ്ഫുൾ ആയ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും എത്താം. ദിസ് ഇസ് വൈസ് മീഡിയ.